ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ മനുഷ്യനും അവരുടേതായിട്ടുള്ള വ്യക്തിത്വ സവിശേഷതകളുണ്ട്. അതുകൊണ്ട് ഏത് കാര്യത്തിനാണെങ്കിലും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഓരോരുത്തരും പല കാര്യങ്ങളും ചെയ്യണം. യഥാർത്ഥത്തിൽ ദാമ്പത്യത്തിനകത്ത് യുക്തിപരമായിട്ട് പ്രവർത്തിക്കേണ്ട പല മേഖലകളും ഉണ്ട്. പങ്കാളികളുടെ ഈ കാര്യത്തോടുള്ള ആറ്റിറ്റ്യൂഡാണ് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പം ലൈംഗികതയിൽ ഒരിടവേള കഴിഞ്ഞ് ചെയ്യുന്ന പങ്കാളികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇപ്പോഴത്തെ ജീവിത സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പങ്കാളികൾ തമ്മിൽ ഇതിനകത്തൊരു ഇടവേള ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മാനസികമായ സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു വ്യക്തിയോട് ഫോണിൽ കൂടെ സംസാരിക്കുന്നതും നേരിട്ട് ഇടപെടുന്നതുമായിട്ട് കുറേ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനം രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ഇൻറ്റിമസി ഉണ്ടല്ലോ, അത് വർദ്ധിപ്പിക്കുന്നതാണ്. എന്നുവെച്ചാൽ വൈകാരികപരമായിട്ടുള്ള ആ ഒരു അടുപ്പം കൂട്ടണം. അപ്പോൾ അത് വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നേരിട്ട് പ്രാക്ടിക്കലായിട്ട് പെരുമാറാൻ കഴിയണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫോണിൽ കൂടെ സംസാരിക്കുന്നതും നേരിട്ടുള്ള ഇടപെടലുമായിട്ട് വ്യത്യാസമുണ്ട്. അതുപോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് താല്പര്യമുള്ള രീതിയിൽ സംസാരിക്കണം. എന്നുവെച്ചാൽ ലൈംഗികതയോട് കൂടുതൽ താല്പര്യമുണ്ട് എന്നതിലുപരി ആ വ്യക്തിയോട് കൂടുതലായിട്ട് സ്നേഹമുണ്ട്, താല്പര്യമുണ്ട്, കെയറിങ് ഉണ്ട്. ആ രീതിയിൽ പെരുമാറാൻ കഴിയണം. ഈ സമയത്താണ് പ്രത്യേകിച്ചും സ്ത്രീ പങ്കാളികൾ മാനസികമായിട്ട് ഇതിന് തയ്യാറാകുന്നത്. ഇവിടെ സന്തോഷമുള്ളൊരു മൈൻഡ് സെറ്റാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും അവരുടെ മനസ്സിനകത്ത് ചില കാര്യത്തിൽ ടെൻഷൻ കാണും, ചില ഇഷ്യൂസ് കാണും, ചെറിയ ചെറിയ പ്രോബ്ലംസ് കാണും. ഇതിനെല്ലാത്തിനും ഒറ്റ ദിവസം കൊണ്ട് പരിഹാരം കാണാതെ പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബന്ധപ്പെടുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും മനസ്സ് ടോട്ടലി ഫ്രീ ആക്കണം. ശൂന്യമായ മനസ്സിലാണ് എപ്പോഴും ശക്തമായ വികാരം വരുന്നത്. അപ്പോൾ ഇവിടെ പങ്കാളികൾ ഓർക്കേണ്ട കാര്യം, വികാരവും വിചാരവും രണ്ടും 2 രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ എല്ലാ ദിവസവും സംസാരിക്കുകയാണെങ്കിലും മാനസികമായിട്ടുള്ളൊരു അടുപ്പം ഉണ്ടെങ്കിലും ഇതിനകത്ത് ഇഷ്ടപ്പെട്ട രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റും. ചിലർക്കാണെങ്കിൽ ചില മെത്തേഡിനോട്, ചില പൊസിഷനോട് കുറച്ചിഷ്ടം കൂടുതലായിട്ടുണ്ട്. ഇനി ഏത് രീതിയാണെങ്കിലും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു എനർജി ലെവൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ ഈ എനർജി ലെവൽ എന്ന് പറയുന്നത് ഫിസിക്കൽ ബോഡിയിലും വേണം, മെൻ്റൽ ബോഡിയിലും വേണം. എങ്കിൽ മാത്രമേ ഏത് രീതിയിൽ നിന്നും പൂർണ്ണമായിട്ടുള്ളൊരു സംതൃപ്തി കിട്ടത്തുള്ളൂ. വൈകാരികപരമായിട്ടുള്ള ഒരു ഇൻറ്റിമസി വർദ്ധിപ്പിക്കാനും എനർജി ലെവൽ കൂട്ടാനും പങ്കാളികൾക്കിടയിൽ ചുംബനങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഒരു തമാശ രൂപേണ ചെയ്യുന്നതിനോട് പൊതുവേ സ്ത്രീകൾക്ക് താല്പര്യം കുറവാണ്. എനിക്ക് തോന്നുന്നു പുരുഷൻ ഇത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ് സ്ത്രീ പങ്കാളിക്ക് കൂടുതലായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത്. അതുപോലെ ചിലരെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കാതെ പെരുമാറുന്നവരുണ്ട്. ഇനി പങ്കാളികളാണെങ്കിൽ പോലും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ പകൽ സമയത്താണെങ്കിലും ഇടവേളകളിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അതിനകത്തൊരു ഇൻറ്റിമസി വേണം, ഒരു രഹസ്യ സ്വഭാവം വേണം, അവരുടെ വികാരത്തെ ഉണർത്താൻ പറ്റുന്നതായിരിക്കണം. മനസ്സിലായില്ലേ? 2 മിനിറ്റേ ഉള്ളെങ്കിൽ പോലും അതിനകത്തൊരു ആസ്വാദനം വേണം 2 പേർക്കും. ഒരു പക്ഷേ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് ഇത് ചെയ്യുമ്പോൾ പുരുഷനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും കുറച്ച് ധൃതി കാണിക്കാറുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിന് പ്രാധാന്യം കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് പുരുഷനാണ്. അതുകൊണ്ട് തന്നെ അമിതമായ ആകാംക്ഷ കുറച്ച് ഒരു റിലാക്സ് മൂഡിലായിരിക്കണം പുരുഷൻ എപ്പോഴും. അതുപോലെ സമയം കൂട്ടാനായിട്ടുള്ള ചില ടെക്നിക്കുകളൊക്കെ പുരുഷൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഞാൻ ചില വീഡിയോയിലൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഡീപ്പ് ബ്രീത്തിങ്, റിലാക്സേഷൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക്, ഇതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റേതെങ്കിലും ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കാം. അപ്പോൾ ഏത് രീതിയാണെങ്കിലും മനസ്സിനെ ശ്രദ്ധിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ ചില ഫാൻറ്റസികൾ, ചിന്തകൾ, പ്രവർത്തനങ്ങൾ എല്ലാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.